Hello students, welcome back to YouTube Plus Academy. ഇന്ന് നമ്മൾ +2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 30 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ നെയിം പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നമ്മുടെ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗ്ഗക്കാരുടെയും പ്രശ്നങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ചാപ്റ്റർ 26 ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. അതിൽ നമ്മൾ ട്രൈബൽസിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ട്രൈബ് എന്ന് പറഞ്ഞാൽ, ട്രൈബ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇതിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും ആണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലോട്ട് കിടക്കാം. അതിന് മുൻപായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ പട്ടികജാതിക്കാരെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അൺടച്ചബിലിറ്റീനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, തൊട്ടുകൂടായ്മയെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ്, പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് വിവരിക്കാനുണ്ട്. പിന്നെന്താ, നമ്മുടെ പട്ടികവർഗ്ഗക്കാരുടെ ഡിഫൈൻ ചെയ്യാനുണ്ട്. എന്താണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാനുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഗോത്രത്തിൻ്റെ ആ ഒരു ട്രൈബ്സിൻ്റെ ആ ഒരു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാനുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പ്രോബ്ലംസ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കാനുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ആർട്ടിക്കിൾ ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് ഡിക്ലെയർ എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭരണഘടന പ്രഖ്യാപിച്ച വകുപ്പ് ഏത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് വകുപ്പ്? ഭരണഘടനയിൽ പ്രതിനിധാനം ചെയ്യുന്ന ഈ തൊട്ടുകൂടായ്മയെ നിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 17 കേട്ടോ. ആർട്ടിക്കിൾ 17 എന്താണ് പറയുന്നത്? തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടിട്ട് ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 17 കേട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പട്ടികജാതിക്കാർ എത്ര ശതമാനമാണ് ഉള്ളത്? 15% ഇന്ത്യയിൽ പട്ടികജാതിക്കാരുള്ളത് കേട്ടോ. അപ്പം പെർസെൻറ്റേജ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ 15%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പേഴ്സൺ ഡു ST റെപ്രസെൻറ്റ് ഇൻ അവർ കൺട്രി? അപ്പോൾ ഇന്ത്യയിൽ പട്ടികവർഗ്ഗക്കാർ എത്ര ശതമാനം ഉണ്ടെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8% ഇന്ത്യയിൽ പട്ടികവർഗ്ഗക്കാരുണ്ട് ഉള്ളത് കേട്ടോ. 8% കേട്ടോ. ഇപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ്സ് 8%, ഷെഡ്യൂൾഡ് കാസ്റ്റ് 15% ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഏരിയയിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ആദ്യം വരുന്ന സബ് ഹെഡിങ് ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതിക്കാർ. അപ്പം നമുക്കറിയാമല്ലേ, പട്ടികജാതിക്കാരൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. അയിത്തജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ 1935 ജാതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി. പട്ടികയിൽ 429 ജാതികളെ ഉൾപ്പെടുത്തി. അവരുടെ സംഖ്യ 5.35 കോടിയായിരുന്നു. പട്ടികയിൽ ഉൾപ്പെട്ട ജാതികൾ എന്ന അർത്ഥത്തിൽ അവർ പട്ടികജാതിക്കാർ എന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു അയിത്ത ജാതിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പട്ടികജാതി എന്ന് പേര് വരാൻ കാരണം എന്താണ്? നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ സർക്കാർ ഈ ഒരു അയിത്ത ജാതിക്കാർ അഥവാ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള താഴ്ന്ന ജാതിക്കാരെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ പട്ടികയിൽ 429 ജാതികളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോൾ അവരുടെ ഒരു സംഖ്യ തന്നെ എത്ര ഉണ്ടായിരുന്നു? 5.35 കോടിയായിരുന്നു. അപ്പോൾ ആ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ ആ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും ചേർത്താണ്, ആ ഒരു അർത്ഥത്തിലാണ് പട്ടികജാതിക്കാർ എന്ന് വിളിക്കപ്പെടുന്നത്. ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് അവരെ പട്ടികജാതിക്കാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അയിത്തജാതിക്കാരെ സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ 1935 ജാതികളുടെ ഒരു പട്ടികയാണ് തയ്യാറാക്കിയത്. ആ പട്ടികയിൽ എത്ര ആളുകളുണ്ടായിരുന്നു? ജാതികൾ 429 ടൈപ്പ് ജാതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടോട്ടൽ സംഖ്യ എത്രയായിരുന്നു?
സംഖ്യ 5.3 കോടി ആളുകളായിരുന്നു ആ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ട ജാതികൾ എന്ന മീനിങ്ങിലാണ് അവരെ പട്ടികജാതിക്കാർ എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, അതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ. അപ്പം 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 1955 തൊട്ടുകൂടായ്മ എന്ന സാമൂഹ്യ പ്രശ്നത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന ഒരു നിയമം പാസ്സാക്കി. അപ്പോൾ എപ്പോഴാണ് തൊട്ടുകൂടായ്മയ്ക്ക് എതിരായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിയമം പാസ്സാക്കിയത് എപ്പോഴാണ്? 1955. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. 1955 തൊട്ടുകൂടായ്മയുടെ ആ ഒരു നിയമം പാസ്സായത്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഈ ഒരു PDF നമ്മൾ ഷെയർ ചെയ്ത് തരുമ്പോൾ അതിൽ നിന്നൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 1955 തൊട്ടുകൂടായ്മ എന്ന സാമൂഹ്യ പ്രശ്നത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന ഒരു നിയമം പാസ്സാക്കി. ഭരണഘടനയുടെ 17ാം വകുപ്പിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. നെക്സ്റ്റ്, ഇത് പ്രകാരം തൊട്ടുകൂടായ്മ എന്നുള്ളത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണെന്ന് പറയുന്നു. 17ാം വകുപ്പിൽ പറയുന്നതനുസരിച്ച് ജോലി സ്ഥലത്തോ പൊതു ഇടങ്ങളിലോ ഭക്ഷണശാലകളിലോ ആരാധനാലയങ്ങളിലോ യാത്രയിലോ ഒരു വ്യക്തിക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമായി കണക്കാക്കുന്നു. പണ്ട് കാലത്ത് ഇന്ത്യയിലെ ചില ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടികജാതി വർഗക്കാർ നേരിട്ട വലിയൊരു സാമൂഹ്യ വിവേചനമായിരുന്നു തൊട്ടുകൂടായ്മ. 17ാം വകുപ്പിൽ പറയുന്നതനുസരിച്ച് തൊട്ടുകൂടായ്മ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി 1 മാസം തൊട്ട് 6 മാസം വരെ തടവും ആദ്യ തവണ 100 മുതൽ 500 വരെ രൂപ പിഴയും ചുമത്തുന്നു. 2ാം തവണ ഇത് ആവർത്തിച്ചാൽ 200 മുതൽ 500 വരെയും 3ാം തവണ ഇത് ആവർത്തിച്ചാൽ 200 മുതൽ 1000 രൂപ വരെയുമാണ് പിഴത്തുക. തൊട്ടുകൂടായ്മ തടയാൻ എല്ലാത്തരം നിരോധന മാർഗങ്ങളും നിയമപരമായി ഉണ്ടെങ്കിൽ പോലും ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ചില ഗ്രാമങ്ങളിൽ ഇത് ഇന്നും തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിൻ്റെ ഒരു ടൈമിൽ കേട്ടോ. അപ്പം ഈ ഒരു അൺടച്ചബിലിറ്റി ആക്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വിവരിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വരും. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെക്കുറിച്ച് വിവരിക്കുക അല്ലെങ്കിൽ ഒരു കുറിപ്പ് എഴുതുക എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം അത് അറ്റംപ്റ്റ് ചെയ്യാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് പോയിന്റ്സ് പഠിച്ചെടുക്കാനുണ്ട്. ഈസിയാണ്, മനസ്സിലാവുന്നതേ ഉള്ളൂ. 1955 തൊട്ടുകൂടായ്മ എന്ന സാമൂഹ്യ പ്രശ്നത്തെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയാണ് ഒരു നിയമം പാസ്സാക്കിയത്. വർഷം 1955. അപ്പോൾ ഈ ഒരു ഭരണഘടന ഉൾപ്പെടുത്തിയ വകുപ്പ് ഏതാണ്? 17ാം വകുപ്പിലാണ് ഭരണഘടനയിൽ ഈ ഒരു തൊട്ടുകൂടായ്മയുടെ കാര്യം വിവരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് ഈ ഒരു നിയമം എന്താണ് പറയുന്നത്? ഈ ഒരു തൊട്ടുകൂടായ്മ ശിക്ഷാർഹമായിട്ടുള്ളൊരു കുറ്റമാണെന്നാണ് ഈ ഒരു നിയമപ്രകാരം ഇത് അനുശാസിക്കുന്നത്. പിന്നെന്താണ്, അപ്പോൾ ഈ ഒരു നിയമം എങ്ങനെയാണ് പ്രാബല്യത്തിലാവുന്നത്? ഈ ഒരു 17ാം വകുപ്പ് പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ ഭക്ഷണശാലകളിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു പബ്ലിക് പ്ലേസിലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ ഒരു വ്യക്തിക്ക് എന്താണ് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി എന്ന് കൽപ്പിക്കുന്നത് എന്താണ്? അതൊരു ശിക്ഷാർഹമായിട്ടുള്ളൊരു കുറ്റമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ പണ്ട് കാലം എങ്ങനെയായിരുന്നു? പണ്ട് കാലത്ത് ഇന്ത്യയിൽ കുറേ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു ഷെഡ്യൂൾ ട്രൈബ്സും ഷെഡ്യൂൾ കാസ്റ്റും ഒക്കെ എന്താണ് നേരിട്ടൊരു വലിയൊരു സാമൂഹ്യ വിവേചനം അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് എന്ന് പറയുന്നത് ഈ ഒരു അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മയാണ്. അത് പിന്നെ നമ്മുടെ നവോത്ഥാന നായകന്മാരൊക്കെ എന്താണ് ഒരു സമരം ചെയ്തിട്ടാണ് ഈ ഒരു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇല്ലാതാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 17ാം വകുപ്പ് പറയുന്ന അതനുസരിച്ചിട്ട് ഇനി ഇതിൻ്റെ പിഴയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ പെനാൽറ്റീസ് വരുന്ന ആ ഒരു ഇത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വകുപ്പ് പ്രകാരം 17ാം വകുപ്പ് പ്രകാരം ഈ തൊട്ടുകൂടായ്മ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 1 മാസത്തിന് തൊട്ടിട്ട് 6 മാസം വരെ ആയിരിക്കും തടവ് ശിക്ഷ. അതുപോലെ പിഴ എന്ന് പറയുന്നത് ആദ്യ തവണ 100 മുതൽ 500 രൂപയാണ് പിഴ ചുമത്തുക. 2ാമത്തെ തവണ അദ്ദേഹം ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു തൊട്ടുകൂടായ്മ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് 200 മുതൽ 500 രൂപയായിരിക്കും പിഴ വരുന്നത്. അത് പിന്നെ 3ാം തവണ ആയിക്കഴിഞ്ഞാൽ 200 മുതൽ 1000 രൂപയാണ് പിഴ വരിക. അപ്പോൾ അവരുടെ 1 മാസം തൊട്ട് 6 മാസമാണ് അവരെ തടവായിട്ട് വെക്കുന്നതും അതുപോലെ പിഴയിൽ വരുന്ന ആ ഒരു ചേഞ്ചും ഓർത്ത് വെക്കുക കേട്ടോ.
ഈ ഒരു തൊട്ടുകൂടായ്മ തടയാൻ എല്ലാത്തരം നിരോധന മാർഗങ്ങളും നിയമപരമായിട്ട് ഉണ്ട്. ഇപ്പം നമ്മുടെ നിലവിൽ ഇപ്പം അങ്ങനെ ആ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ എന്താണ്, എന്നാലും ഈ ഒരു റൂറലായിട്ടുള്ള ഏരിയകളിലൊക്കെ എന്താണ് ഇപ്പോഴും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു തൊട്ടുകൂടായ്മയോ അതുപോലെ ഈ ഒരു ജാതിയുടെ പേരിലുള്ള വേർതിരിവും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഈ നോർത്ത് സൈഡിലൊക്കെ എന്താണ് ഇപ്പോഴും ഈ ഒരു അൺടച്ചബിലിറ്റി ഒക്കെ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് തൊട്ടുകൂടായ്മയെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ പട്ടികജാതിക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പം ആദ്യമായിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ സാമൂഹ്യപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാമൂഹ്യപരമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. ജാതി ശ്രേണിയിൽ പട്ടികജാതിക്കാർക്ക് അയിത്തം കൽപ്പിച്ചിരുന്നു. ഒരു പട്ടികജാതിക്കാരനുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുന്ന ആചാരമാണ് അയിത്താചരണം. അയിത്തജാതിക്കാർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രവേശനമില്ലായിരുന്നു. പൊതുജല സംഭരണികളിൽ നിന്ന് വെള്ളമെടുക്കുന്നത് നിരോധിക്കപ്പെട്ടിരുന്നു. ഹോട്ടലുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശനം നിഷേധിച്ചിരുന്നു. അപ്പോൾ സാമൂഹ്യപരമായിട്ട് പട്ടികജാതിക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുമായിട്ട് എന്തെങ്കിലും സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവരെ എന്താണ് അതിനെയാണ് നമ്മൾ അയിത്താചരണം എന്ന് പറയുന്നത്. ഈ ഒരു പട്ടികജാതിക്കാരനുമായിട്ട് ഒരു സമ്പർക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് അത് അയിത്തമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ ഒരു അയിത്താചരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു അയിത്താചരണം നിലനിന്നു. അതുപോലെ ഈ ഒരു അൺടച്ചബിലിറ്റിയും അതുപോലെ സാമൂഹ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു അയിത്ത ജാതിക്കാർക്ക് ഇപ്പം സമൂഹത്തിൽ താഴേക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ജാതിക്കാരാണ് നമ്മൾ അയിത്ത ജാതിക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അയിത്ത ജാതിക്കാർക്ക് കുറേ ഇവർ ഫേസ് ചെയ്ത പ്രശ്നം എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാമൂഹ്യപരമായിട്ട് ഇവർക്ക് എന്താണ് പൊതുസ്ഥലങ്ങളിൽ ഒരു പബ്ലിക് പ്ലേസിൽ പോകാൻ പറ്റില്ല. അതുപോലെ ഒരു അവരെക്കാൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ വഴി നടക്കുന്ന സമയത്ത് ആ വഴി കൂടെ പോകാൻ പാടില്ല. അതുപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വസ്ത്രം ധരിക്കാൻ പറ്റില്ല, ഒന്നിനും അവരുടെ കയ്യിൽ ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ താഴേക്കിടയിലായിരുന്നു അവരുടെ ഒരു ജീവിത സാഹചര്യവും കാര്യങ്ങളൊക്കെ. അതുപോലെ പൊതുജല സംഭരണി, എല്ലാവർക്കും വെള്ളം എടുക്കാൻ വേണ്ടി ഒരു പൊതു കിണറുണ്ടാവും. ആ ഒരു ജലസംഭരണികളിൽ പോലും ഇവർക്ക് വെള്ളം കിട്ടില്ല. അതിൽ നിന്ന് വെള്ളം എടുക്കുന്നതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹോട്ടലുകളാണെങ്കിൽ സ്കൂളുകളിലൊക്കെ എന്താണ് കുട്ടികൾ അവരുടെ കുട്ടികൾ എന്താണ് ആ ഒരു സ്കൂളുകളിൽ ഇപ്പോൾ ബ്രാഹ്മൺസിൻ്റെ കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ജാതിക്കാരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടികൾക്ക് ഈ ഒരു അയിത്ത ജാതിക്കാർക്ക് അവിടെ പ്രവേശനം ഇല്ലായിരുന്നു. അഥവാ ഇനി പഠിക്കാനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ തന്നെ ക്ലാസ്സിൻ്റെ പുറത്തിരുന്നിട്ട് വേണം അവർ പഠിക്കാൻ. ഇവരുടെ കുട്ടികളുടെ കൂടെ ഇരുത്തില്ല, കൂടെ കളിക്കാൻ പറ്റില്ല. അതുപോലെ ഇവർക്ക് ആശുപത്രികളിലും ഇവിടെ ഒന്നും പ്രവേശനമില്ല. അതുപോലെ ക്ഷേത്രങ്ങളിലൊന്നും ഇവർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ് അടുത്തൊരു പ്രോബ്ലം എന്ന് നോക്കാം. മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഇനി മതപരമായിട്ട് എന്താണ് ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. പട്ടികജാതിക്കാരുടെ മതപരമായ അവശതകൾ ഇന്നും തുടരുന്നു. പല സ്ഥലത്തും പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല. മറ്റ് ജാതിക്കാർക്ക് നൽകാറുള്ള പൗരോഹിത്യ സേവനം തൊട്ടുകൂടാത്തവർക്ക് നൽകാൻ ബ്രാഹ്മണൻ ഇന്നും തയ്യാറല്ല. അയിത്ത ജാതിക്കാർക്ക് ശ്മശാനങ്ങളില്ലായിരുന്നു. പുണ്യ നദികളിൽ സ്നാനം ചെയ്യാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. മതവും മതകർമ്മങ്ങളും അവർക്ക് അപ്രാപ്യമായിരുന്നു. അപ്പോൾ മതപരമായിട്ടും കുറേ വേർതിരിവുകൾ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഉയർന്ന ജാതിക്കാരെ പോലെ എന്താണ് എല്ലാ അമ്പലങ്ങളിലും പ്രവേശനമില്ല, എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനമില്ല. അതുപോലെ ക്ഷേത്ര നദികൾ യൂസ് ചെയ്യാൻ പറ്റില്ല. പുണ്യ നദികളൊക്കെ അവിടെ നിന്നൊന്നും എന്താണ് ഒന്നും ചെയ്യാനോ പുണ്യനദികളിലേക്ക് എന്താണ് പ്രവേശിക്കാനോ അതുപോലെ സ്നാനം ചെയ്യാനോ അതിനൊന്നും ഇവർക്ക് അനുവാദമില്ലായിരുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു പൗരോഹിത്യ സേവനം തൊട്ടുകൂടാത്തവർക്ക് നൽകാനൊക്കെ ബ്രാഹ്മണൻ എന്തായാലും എന്താണ് അവരിപ്പോൾ പൂജാകർമ്മങ്ങളൊക്കെ ബ്രാഹ്മിൻസ് ആയിരിക്കും അമ്പലങ്ങളിൽ ചെയ്യുക, പൂജാരി ആയിരിക്കും ചെയ്യുക. അതെന്താണ് അവർ ചെയ്യുന്ന ആ ഒരു കർമ്മങ്ങളൊന്നും ഇവർക്ക് ചെയ്തു കൊടുക്കില്ല, ഈ ഒരു അയിത്ത ജാതിക്കാർക്ക് ചെയ്തു കൊടുക്കില്ല. അതുപോലെ എന്താണ് മറ്റു ജാതിക്കാർക്ക് നൽകാറുള്ള ഒരു സേവനങ്ങളും ഇവർക്ക് നൽകില്ല. അതുപോലെ എന്താണ് പല സ്ഥലത്തും ഈ ഒരു പട്ടികജാതിക്കാർക്ക് ഇപ്പോഴും എന്താണ് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഇല്ല, ഇപ്പോഴും പ്രവേശനം ഇല്ലാത്ത അമ്പലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്താണ് പട്ടികജാതിക്കാരുടെ ഈ ഒരു മതപരമായിട്ടുള്ള അവശതകൾ എന്താണ് ഇന്നും തുടരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മതകർമ്മങ്ങളും അതുപോലെ ഇവർക്ക് ശ്മശാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഒരു
ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കായിരുന്നു ഈ ശ്മശാനമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു താഴേക്കിടയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ പട്ടികജാതിക്കാർക്ക് എന്താണ് ശ്മശാനമൊന്നുമില്ലായിരുന്നു. അവരുടെ ബോഡിയൊക്കെ അവരെ മറവ് ചെയ്യുന്നതൊക്കെ വേറെ എത്രയോ ദൂരെ കൊണ്ടുപോയിട്ടൊക്കെയാണ് അവർ മറവ് ചെയ്യുക. അപ്പം ഈ ഒരു ശ്മശാനങ്ങൾ, പൊതുക്ഷേത്രങ്ങൾ ഒക്കെ ഈ ഒരു മതപരമായിട്ടും കുറേ പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്താണ്? വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പ്രാചീന കാലം തൊട്ടേ അയിത്തജാതിക്കാർക്ക് വിദ്യാഭ്യാസം വിലക്കപ്പെട്ടിരുന്നു. പൊതു സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടു. അയിത്തജാതിക്കാരുടെ കുട്ടികളെ ഉയർന്ന ജാതിക്കാരുടെ കുട്ടികളുമായി ഇടപഴകാൻ അനുവദിച്ചിരുന്നില്ല. സംസ്കൃത പഠനം അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഏതെങ്കിലും വിധത്തിൽ ഒരു അയിത്തജാതിക്കാരനെ പഠിക്കാൻ അനുവദിച്ചാൽ തന്നെ എന്താണ്, ക്ലാസ് മുറിക്ക് പുറത്തിരുന്ന് വേണം അവർ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്കും അവർ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അത് പണ്ട് മുതലേ ഈ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു. സ്കൂളുകളിലൊന്നും എന്താണ്, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും ഈ ഒരു താഴ്ന്ന ജാതിയിലുള്ള കുട്ടികളെ അവിടെ ഒന്നും അഡ്മിഷൻ എടുക്കില്ല, അവിടെ കുട്ടികളെ പഠിപ്പിക്കില്ല. അപ്പോൾ ആ ഒരു കുട്ടികൾ അഥവാ പഠിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു കുട്ടികളുടെ കൂടെ ഇരുത്തില്ല, അവരെ സെപ്പറേറ്റ് പുറത്ത് നിർത്തിയിട്ടാണ് പഠിക്കാനൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ കൂടെ ഇടപെടാനും കാര്യങ്ങളൊന്നും ഈ ഒരു കുട്ടികളെ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ എന്താണ്, സംസ്കൃതം എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഭാഷയായതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്കൃതം പഠനം എന്താണ്, അത് കുറച്ചുകൂടെ ബ്രാഹ്മിൻസൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അതുപോലെ പൂജാതി കാര്യങ്ങളിലും ഒക്കെ എന്താണ് അവർ സംസ്കൃതം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സംസ്കൃതം അവർ കുറച്ചും കൂടെ എന്താണ് പ്രഷ്യസ് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഷയുടെ പഠനം എന്താണ് ഈ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്റ്റുഡൻസിന് എന്താണ് നിഷേധിക്കപ്പെട്ടു. അവർ എന്താണ് സംസ്കൃതം ഒന്നും പഠിക്കേണ്ട ആ ഒരു രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടായത്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട്, മതപരമായിട്ട്, സാമൂഹ്യപരമായിട്ടൊക്കെ എന്താണ് ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു നമ്മുടെ പട്ടികജാതിക്കാർ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനി സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നം നോക്കാം. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? പട്ടികജാതിക്കാരുടെ തൊഴിലുകളെ ഏറ്റവും തരം താണതായിട്ടാണ് ജാതികളുടെ സാമൂഹ്യ ശ്രേണിയിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. അവർ ചെയ്തിരുന്ന ജോലികൾക്ക് അന്തസ്സോ കാര്യമായ വേതനമോ ഉണ്ടായിരുന്നില്ല. അവരിൽ ചിലർക്ക് മാത്രമേ എന്തെങ്കിലും സ്വത്ത് കൈവശമായി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഭൂരിപക്ഷം പട്ടികജാതിക്കാരും ഭൂരഹിത കർഷക തൊഴിലാളികളാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ട് അവർ കുറേ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. അപ്പം സാമ്പത്തികപരമായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്കൊന്നും പ്രത്യേകിച്ചൊരു ജോലിയില്ല. ഈ ഒരു ഉയർന്ന ജാതിക്കാരുടെ വീട്ടിലുള്ള ജോലി, ചുറ്റുപാടിലും അവരുടെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുക, അതുപോലെ അവരുടെ വീടും പരിസരവും നോക്കിയിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ജോലികളും കാര്യങ്ങളും, അതുപോലെ സമൂഹത്തിൽ താഴേക്കിടയിൽപ്പെട്ട ജോലികളായിരുന്നു ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അടിമകളെ പോലെയാണ് ഇവർ പണി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടായിരുന്നില്ല. വളരെ തരം താഴ്ന്ന രീതിയിലാണ് ഇവർ എന്താണ് ഈ ഒരു ആളുകളെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് അധികം പണമോ കാര്യങ്ങളോ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും അത്രയും ഒരു ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെയാണ് അവർ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, അതുപോലെ അവരുടെ നിത്യ ചെലവിന് തന്നെ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ എന്താണ്, അവരിലൊക്കെ എന്താണ് ചിലരിൽ മാത്രമാണ് സ്വത്തൊക്കെ കൈവശം ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അവർക്ക് എന്താണ്, ഭൂമി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ എന്താണ് ആ ഭൂമി ഈ ഒരു മേലാളർ കയ്യേറുമായിരുന്നു. അതുപോലെ പാട്ടത്തിനായിരിക്കും അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ അനുവാദം ഉണ്ടാവുക. എന്നിട്ട് അവരുടെ വരുമാനത്തിന് ഇത്ര നികുതി പോലെ ഈ ഒരു ഉയർന്ന ജാതിക്കാർക്ക് കൊടുക്കണം. അങ്ങനെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പട്ടികജാതിക്കാരൊക്കെ എന്താണ് ഇന്നും എന്താണ് കുറേ ഭൂരിപക്ഷം ആളുകൾക്കും ഭൂമിയില്ല, സ്വന്തമായിട്ടുള്ള ഭൂമിയില്ല. അതുപോലെ ഭൂരഹിതരായിട്ടാണ്, ഭൂമി ഇല്ലാത്തവരായിട്ടാണ് അവർ കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ അടിമകളായിട്ടൊക്കെ പണികൾ ചെയ്യുകയാണ് ഈ ഒരു കാസ്റ്റ് എന്ന് പറയുന്നത്, ട്രൈബ്, നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സാമ്പത്തികപരമായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കാം. അയിത്തജാതിക്കാർ രാഷ്ട്രീയപരമായ നിരവധി അവശതകൾ അനുഭവിക്കുന്നുണ്ട്. പട്ടികജാതിക്കാർക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനോ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കാനോ കഴിവില്ല എന്ന ഉറച്ച ധാരണ നിലവിലുണ്ട്. ഹിന്ദുമതത്തിലെ മറ്റു ജാതികളെ അപേക്ഷിച്ച് സർക്കാർ ജോലികളിലും രാഷ്ട്രീയ പാർട്ടികളിലും മറ്റു ഭരണസമിതികളിലും അംഗസംഖ്യ കുറവാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയപരമായിട്ടും അവർ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പം
നമ്മുടെ അയിത്തജാതിക്കാർ രാഷ്ട്രീയപരമായിട്ട് നിരവധി ആവശ്യതകൾ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ പട്ടികജാതിക്കാർക്ക് എന്താണ് ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുൻപന്തിയിലോട്ട് വരാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനോ ഒക്കെ എന്താണ് അതിനൊന്നുള്ള ഒരു സ്കില്ലോ അല്ലെങ്കിൽ അതിനുള്ളൊരു പവർ അവർക്ക് ഇല്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് മറ്റുള്ള ഉയർന്ന ജാതിക്കാർ അവരെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മറ്റ് ജാതികളെയൊക്കെ അപേക്ഷിച്ചിട്ട് ഹിന്ദു മതത്തിൽ എന്താണ് അവർക്ക് സർക്കാർ ജോലികളിലും രാഷ്ട്രീയ പാർട്ടികളിലും മറ്റ് ഭരണസമിതികളിലും ഒക്കെ എന്താണ് അംഗസംഖ്യയൊക്കെ കുറവാണ്. അപ്പോൾ അവരുടെ ആ ഒരു എന്താണ് മുൻപന്തിയിലോട്ട് വരാനുള്ള ആ ഒരു രീതിയിലും അവരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് അവർക്ക് മുൻപന്തിയിലോട്ട് വരാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടെ വോയിസ് ഉയരാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് മറ്റുള്ളവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ് അവരെന്താണ് രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇവരെ പിന്നിലോട്ട് അടിച്ചമർത്തലായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടും കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടികജാതിക്കാർക്ക് ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കാനോ അതുപോലെ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കാനോ ഒക്കെ കഴിവില്ല എന്ന് അവർ ഉറപ്പിച്ചു. ഓക്കെ, അതും അവർ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. നമ്മുടെ പട്ടികജാതിക്കാരുടെ ഭരണഘടനാ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടും വരാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. കുറച്ച് ഷെഡ്യൂൾസേ ഇതിൽ പറയുന്നുള്ളൂ, കുറച്ച് വകുപ്പുകളും അനുച്ഛേദങ്ങളൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ പട്ടികജാതിക്കാരുടെ ഭരണഘടനാ വ്യവസ്ഥകളെ പറ്റിയിട്ട് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. 14-ാം വകുപ്പ്. 14-ാം വകുപ്പിൽ എന്താണ് പറയുന്നത് നോക്കാം. നിയമതുല്യത ഉറപ്പു നൽകുന്നു. രാജ്യത്തിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് അത് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ 14-ാം വകുപ്പ് പ്രകാരം എന്താണ് പറയുന്നത്? നിയമതുല്യതയാണ് അത് ഉറപ്പ് നൽകുന്നത്. ഇപ്പം രാജ്യത്തിലുള്ള എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നാണ് ഈ ഒരു 14-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത്. ഇനി 14-ാം അനുച്ഛേദത്തിൽ എന്താണ് പറയുന്നത്? മതം, ജാതി, വംശം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ വിവേചനം കാണിക്കുന്നത് 14-ാം അനുച്ഛേദം വിലക്കുന്നു എന്നാണ് കേട്ടോ. 15 14-ാം അനുച്ഛേദം വിലക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് 14-ാം അനുച്ഛേദത്തിൽ പറയുന്നത്? മതം, ജാതി, വംശം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യവും വിദ്യാഭ്യാസപരമായിട്ടുള്ള വിവേചനം കാണിക്കുന്നത് ഈ ഒരു 14-ാം അനുച്ഛേദം വിലക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് 14-ാം വകുപ്പും 14-ാം അനുച്ഛേദത്തിലും പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 16-ാം അനുച്ഛേദം എന്താണ് പറയുന്നതെന്നാണ്. സർക്കാർ സർവീസിലും ഗവൺമെൻറ് ജോലികൾക്കും എല്ലാവർക്കും തുല്യ അവസരമായിരിക്കുമെന്ന് 16-ാം അനുച്ഛേദം നിർദ്ദേശിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലികൾക്കും എല്ലാവർക്കും എന്താണ് അവസര സമത്വം ഉണ്ടാവണം, തുല്യ അവസരമായിരിക്കും എന്നാണ് 16-ാം അനുച്ഛേദം അനുശാസിക്കുന്നത്. നെക്സ്റ്റ് 17-ാം അനുച്ഛേദത്തിൽ എന്താണ് പറയുന്നത്? 17-ാം അനുച്ഛേദത്തിലൂടെ അയിത്താചരണം നിരോധിക്കുകയും അത് നിയമാനുസൃതം ശിക്ഷാർഹമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ 17-ാം അനുച്ഛേദത്തിൽ എന്താണ് പറയുന്നത്? അയിത്താചരണം നിരോധിക്കുകയും അത് നിയമാനുസൃതം ശിക്ഷാർഹമാണെന്നുമാണ് ഈ ഒരു 17-ാം അനുച്ഛേദത്തിൽ പറയുന്നത്. 16-ാം അനുച്ഛേദത്തിൽ എന്താണ്? സർക്കാർ സർവീസിലും ഗവൺമെൻറ് ജോലികളിലും എല്ലാവർക്കും എന്താണ് അവസര സമത്വം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി 330 മുതൽ 332-ാം അനുച്ഛേദം വരെ എന്താണ് പറയുന്നതെന്നാണ്. ലോകസഭയിലേക്കും നിയമസഭകളിലേക്കും ഓരോ സംസ്ഥാനവും അവിടെയുള്ള പിന്നോക്ക ജാതിക്കാരുടെ അംഗസംഖ്യയ്ക്ക് ആനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ എന്താണ് അനുച്ഛേദം 330 മുതൽ 332 വരെ പറയുന്നത്? ലോകസഭയിലേക്കും നമ്മുടെ നിയമസഭകളിലേക്കൊക്കെ ഓരോ സംസ്ഥാനവും അവിടെയുള്ള പിന്നോക്ക ജാതിക്കാരുടെ അംഗസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സീറ്റുകൾ സംവരണം ചെയ്യണം. അപ്പോൾ അവരുടെ ഏതൊരു സംസ്ഥാനത്തിലും ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ ഏതൊരു സംസ്ഥാനവും അവിടെ എന്താണ് പിന്നോക്ക ജാതിക്കാർക്ക് സീറ്റ് ഉണ്ടായിരിക്കണം. പിന്നോക്ക ജാതിക്കാരുടെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ ഒരു റേഷ്യോയ്ക്ക് ആനുപാതികമായിട്ട് സീറ്റുകൾ സംവരണം ചെയ്യണം എന്നാണ് 330 മുതൽ 332 വരെയുള്ള അനുച്ഛേദങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഏരിയ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ആണ്. പട്ടികവർഗക്കാർ. ഇവർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ നോക്കാം.
പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും പൊതുവായൊരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരരായ തദ്ദേശീയരുടെ സഞ്ചയമാണ് ഒരു ഗോത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം ഡെഫിനിഷൻ നമ്മൾ മുൻപ് ചാപ്റ്റർ 26 പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ കൂടെ ഉണ്ട്. ഗോത്രങ്ങൾ അല്ലെങ്കിൽ ഗോത്ര സമുദായങ്ങൾ അല്ലെങ്കിൽ അത്തരം ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ ഗോത്ര സമുദായത്തിൻ്റെ ഭാഗങ്ങളോ വിഭാഗങ്ങളോ അതുപോലെ 342 അനുച്ഛേദ പ്രകാരം ഭരണഘടനാനുസൃതമായി പട്ടികവർഗക്കാരായി പരിഗണിക്കപ്പെടുന്നവരോ അവരെല്ലാം ഗോത്രവർഗങ്ങളാണ്. അപ്പം എന്താണ് ഗോത്രങ്ങൾ അല്ലെങ്കിൽ ഗോത്ര സമുദായങ്ങൾ അല്ലെങ്കിൽ അത്തരം ഗോത്ര സമുദായത്തിൻ്റെയോ ഭാഗങ്ങളോ വിഭാഗങ്ങളോ അതുപോലെ 342 അനുച്ഛേദ പ്രകാരം ഭരണഘടനാനുസൃതമായി പട്ടികവർഗക്കാരായി പരിഗണിക്കപ്പെടുന്നവരെല്ലാം ഗോത്രവർഗങ്ങളാണ്. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നമ്മുടെ ഗോത്രത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, ഇത് നമ്മൾ റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ 2 ചാപ്റ്ററിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ട്രൈബ്സിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഐക്യരൂപമുള്ളൊരു വംശീയ വിഭാഗമാണ് ട്രൈബ്സ്. പിന്നെ പൊതുവായൊരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചറിയാവുന്ന വ്യക്തിത്വമാണ്. പ്രാകൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ആശ്രയിക്കുന്നത്. ഭാഷയ്ക്ക് ലിപിയില്ല. ട്രൈബ്സിൻ്റെ ഭാഷയ്ക്ക് എന്താണ്? ലിപിയില്ല. പിന്നെ ഒരു പ്രത്യേക മേഖലയിലാണ് അധിവസിക്കുന്നത്. പിന്നെ വൈദഗ്ധ്യ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവമുണ്ട്. വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തികളുണ്ട്. അപ്പോൾ ഈ ഒരു 7 ക്യാരക്ടറിസ്റ്റിക്സ് ട്രൈബ്സിൻ്റെത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. അപ്പം നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് പട്ടികവർഗക്കാർ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങൾ. ഇത് നമ്മൾ കഴിഞ്ഞ ആ ഒരു ചാപ്റ്റർ 26 ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലം കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്ത്യയിലെ ഗോത്രവർഗ്ഗങ്ങൾ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ്. ഗോത്രങ്ങൾ താമസിക്കുന്നത് കൊടും കാടുകൾ, ചെങ്കുത്തായ താഴ്വരകൾ, മലകൾ, പർവ്വതനിരകൾ എന്നിവിടങ്ങളിലാണ്. അപ്പോൾ അവർക്ക് മറ്റു ജനങ്ങളുമായിട്ട് ഇടപഴകുക ദുഷ്കരമാണ്. അങ്ങനെ അവർ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗോത്രവർഗ വിഭാഗക്കാരെന്ന് പറയുമ്പോൾ എന്താണ്? കാട്ടിൽ, മലഞ്ചെരുവുകളിൽ, പർവ്വതനിരകളിൽ, താഴ്വരകളിൽ, മലകളിൽ, കാടുകളിൽ ഇവിടെയൊക്കെയാണ് ഇവർ താമസിക്കുക. അപ്പോൾ എന്താണ്? നമ്മൾ നോർമൽ പീപ്പിളായിട്ടുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ ഇവർക്ക് അവിടെ കട്ടാവുകയാണ്. അതുപോലെ എന്താണ്? ഇവർ പ്രത്യേക ഒരു ഭാഷയും അതുപോലെ ഇവരുടെ ജീവിത രീതിയൊക്കെ വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് ഇവർ ഒറ്റപ്പെട്ടു പോകുകയാണ് ചെയ്യുക നമ്മുടെ സമൂഹത്തിൽ. ഓക്കെ, അതാണ് ഇവർ ഭൂമിശാസ്ത്രപരമായിട്ട് നേരിടുന്ന മെയിൻ ഒരു പ്രശ്നം. നെക്സ്റ്റ്, സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ട്രൈബ്സ് ഫേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗോത്രവർഗ സംസ്കാരം ഗോത്രേതര ജനങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഗോത്രവർഗക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ തുടങ്ങിയ ഗോത്രേതര ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അതൊരു തരം സംശയവും ദുരൂഹതയും ഉണ്ടാക്കുന്നു. ഗോത്രവർഗങ്ങളും ഗോത്രേതര ജനങ്ങളും തമ്മിലുള്ള ഈ സാംസ്കാരികമായ അകൽച്ച ഗോത്രവർഗങ്ങൾ മുഖ്യധാര സാമൂഹ്യ ജീവിതവുമായി ഇടപഴകുന്നതിനും ഉൾക്കൊള്ളുന്നതിനും തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പം സാംസ്കാരികപരമായിട്ടും ഈ ഒരു ട്രൈബ്സ് എന്താണ്? ഷെഡ്യൂൾ ട്രൈബ്സ് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? അവരുടെ ഒരു ജീവിത രീതി സെപ്പറേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ അവരുടെ ഗോത്രവർഗക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ ഇതൊക്കെ എന്താണ്? നമ്മൾക്ക് എന്താണ്? മനസ്സിലാക്കാൻ കഴിയാതെ വരും. അപ്പോൾ അവിടെ എന്താണ്? നമുക്ക് കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ദുരൂഹതയും സംശയവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ്? അതൊരു സാംസ്കാരിക പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുക. ഈ ഒരു ഗോത്രവർഗ്ഗങ്ങളും ഗോത്രേതര ജനങ്ങളും തമ്മിലുള്ള ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഒരു അന്തരം ഈ ഒരു ഗോത്രവർഗ്ഗങ്ങൾക്ക് ഒരു മുഖ്യധാര സാമൂഹ്യ ജീവിതവുമായി ഇടപഴകുന്നതിന്, അതുപോലെ നമ്മളുമായിട്ട് അവർക്കൊക്കെ കണക്ട് ചെയ്യുന്നതിനോ ഇടപഴകുന്നതിനൊക്കെ എന്താണ്? നമ്മൾക്ക് അവരുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിന് ആ ഒരു സാംസ്കാരികപരമായിട്ട് ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് എന്താണ്? നമ്മളുമായിട്ട് ഇടപഴകാനൊക്കെ ഒരു തടസ്സം അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ അതാണ് സാംസ്കാരികമായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നം.
നെക്സ്റ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. ഗോത്രങ്ങൾക്ക് അവരുടേതായ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ആചാരങ്ങളിലും അതുപോലെ പാരമ്പര്യത്തിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരാണ് ഈ ഒരു ഗോത്രവർഗ വിഭാഗങ്ങൾ. അപ്പം മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഗോത്രവർഗക്കാർ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ താഴെ കൊടുക്കുന്നു. അപ്പോൾ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടേതായ കുറേ സാമൂഹ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ പാരമ്പര്യത്തിലോ ആചാരങ്ങളിലോ ഒക്കെ കുടുങ്ങിക്കിടക്കുന്നവരാണ് ഗോത്രവർഗക്കാർ. പിന്നെ അവരെ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ തുടങ്ങിയ ദുശ്ശീലങ്ങൾക്കൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അവർ നേരിടുന്ന സാമൂഹ്യ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇനി നോക്കാം. നമുക്കറിയാം ഈ ഒരു ഗോത്രവർഗം, നമ്മളിപ്പോൾ ഹണ്ടിങ്ങിനൊക്കെ പോകുന്ന ആളുകളായിരിക്കും ഈ ഒരു ഗോത്രവർഗ്ഗക്കാരും ഈ ട്രൈബ്സൊക്കെ ആയിട്ട് നന്നായിട്ട് കാണുമല്ലോ. ഇങ്ങനെ ഹണ്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവരെന്താണ്, ഇവർക്ക് കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ അവർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വേട്ടയാടാനൊക്കെ പറയും. അതുപോലെ ഈ പുലി നഖം അതൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ എന്താണ്, അവരൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവിടെ ചൂഷണങ്ങൾ കുറേ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ്. നമ്മൾ അതിലോട്ട് കിടക്കുന്നില്ല. മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നിരക്ഷരത. അപ്പോൾ നിരക്ഷരത എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു എഴുതാനും വായിക്കാനും അറിയാത്തൊരു സിറ്റുവേഷനെയാണ് നിരക്ഷരത എന്ന് പറയുന്നത്. അതാണ് അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം. അവർ എന്താണ്, സാക്ഷരരാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, അവരിന്നും അവിടെ സമൂഹത്തിൻ്റെ താഴെക്കിടയിൽ സ്റ്റക്കായിരിക്കില്ല. അതുപോലെ എന്താണ്, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ജീവിത രീതിയിൽ നിന്ന് അവരെന്താണ് സമൂഹത്തിൻ്റെ മുൻപന്തിയിലോട്ട് വരുമായിരുന്നു. ഓക്കെ, നോക്കാം. ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനമായ പ്രശ്നങ്ങൾ നിരക്ഷരതയാണ്. അവരുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണവും അതുതന്നെയാണ്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്നു. ആ ഒരു നിരക്ഷരരായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് ഫസ്റ്റ് വരുന്ന സാമൂഹ്യ പ്രശ്നം. നെക്സ്റ്റ്, ആരോഗ്യവും പോഷകാഹാരവും. ഗോത്രവർഗ്ഗക്കാർ പൊതുവെ ആരോഗ്യവാന്മാരാണ്. എന്നാൽ നിരന്തരമായ അണുബാധ കാരണം അവർക്ക് രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രാകൃതമായ ജീവിത രീതി, ശുദ്ധജലത്തിൻ്റെ അഭാവം, കുളിക്കാൻ പോലും വെള്ളത്തിൻ്റെ ക്ഷാമം, മന്ത്രവാദം, ആഭിചാര പ്രവൃത്തികൾ എന്നിവയിലുള്ള വിശ്വാസം ഇവയൊക്കെ ഇതിന് കാരണമാണ്. അപ്പോൾ ഇവരെന്താണ്, പൊതുവെ ഇവർ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ്. എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതലും എന്താണ്, ഫിസിക്കലി ആക്റ്റീവാണ്. എപ്പോഴും കാടുകളിലും മരങ്ങളിൽ കയറിയിട്ടും അവിടെ നിന്ന് ഫുഡ് കളക്ട് ചെയ്തിട്ടും അതുപോലെ കൃഷി ചെയ്തിട്ടോ അങ്ങനെ അവരെന്താണ് ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളുകളാണ്. ആരോഗ്യപരമായിട്ട് ഹെൽത്തിയാണ്. പക്ഷെ എന്താണ്, അവരുടെ ആ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് എന്താണ് അണുബാധകൾ പെട്ടെന്ന് പിടിപെടുക, ഒന്നെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരും. അതുപോലെ അവർ എപ്പോഴും എന്താണ് ഇങ്ങനെ കാടുകളിലൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ രോഗം പിടിപെടാൻ ഈസി ആയിട്ട് രോഗം പിടിപെടും. അപ്പോൾ ഈ ഒരു ഈ ഒരു അണുബാധ അതൊക്കെ എന്താണ് ഇവർക്ക് ആരോഗ്യപരമായിട്ടും പോഷകപരമായിട്ടും നേരിടുന്നൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ശുദ്ധജലത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ എന്നും കുളിക്കുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ കുളിക്കാൻ പോലും വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ നേരിടുന്നതുകൊണ്ട് അതുപോലെ അവരുടെ ഓരോരോ പ്രവൃത്തികൾ കൊണ്ടൊക്കെ എന്താണ് ഇവർ ഈ ഒരു ആരോഗ്യപരമായിട്ടും പോഷകാഹാരം അതൊക്കെ എന്താണ് അവർക്ക് ലഭിക്കാതെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോത്രവർഗ്ഗക്കാർ പൊതുവെ ഫേസ് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതും അവർ സാമൂഹ്യപരമായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാണ്, ജീവിത രീതി, ശുദ്ധജലത്തിൻ്റെ അഭാവം, കുളിക്കാൻ പോലും വെള്ളത്തിൻ്റെ ക്ഷാമം, മന്ത്രവാദം. അവർക്ക് എന്താണ് എന്തെങ്കിലും സൂക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവരിങ്ങനെ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് ഇത് മാറും എന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് ഹോസ്പിറ്റലായിട്ട് അങ്ങനെയൊന്നും ഒരു ആക്സസോ കാര്യങ്ങളൊന്നും അവർക്കില്ലല്ലോ. അങ്ങനെ അവരുടേതായ ആ ഒരു ആചാര പ്രവർത്തികളും കാര്യങ്ങളും കൊണ്ട് അവർ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ആരോഗ്യവും പോഷകാഹാരവും എന്ന് പറയുന്നതിൽ വരുന്നത്. നെക്സ്റ്റ്, സാമ്പത്തിക പ്രശ്നമാണ്. ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹം ആരാണ്? ഗോത്രവർഗ്ഗക്കാരാണ്. അവർ കാട്ടിലാണ് താമസിക്കുന്നത്. ഭക്ഷണം ശേഖരിക്കൽ, വേട്ടയാടൽ, മീൻപിടുത്തം എന്നിവയാണ് അവരുടെ ഉപജീവന മാർഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറേ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായിട്ട് നേരിടുന്നുണ്ട്. പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ മറ്റേ ചാപ്റ്ററിൽ റിപ്പീറ്റഡ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് സ്പീഡായിട്ടാണ് പോകുന്നത്. ദാരിദ്ര്യവും കടബാധ്യതയാണ് അവർ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ പ്രശ്നം. പിന്നെ ഭൂമി കുടിയൊഴിപ്പിക്കൽ. ഭൂമി കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുമ്പം ഗോത്രവർഗ്ഗക്കാരുടെ ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നം അവരുടെ ഭൂമി അന്യാധീനപ്പെടാൻ തുടങ്ങിയതാണ്. ഗോത്രവർഗ്ഗക്കാരെ അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങിയതാണ്. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഗോത്രജനങ്ങളെ കുടിയൊഴിപ്പിച്ചത്. അങ്ങനെ ആ ഒരു കുടിയൊഴിപ്പിക്കലിലൂടെ അവർ സാമ്പത്തികപരമായിട്ട് പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പിന്നെ സ്ഥിരമായ വിപണിയുടെ അഭാവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ സ്ഥിരമായ വിപണിയുടെ അഭാവം എന്ന് പറയുമ്പോൾ എന്താണ്, ഗോത്രവർഗ്ഗക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരെ മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ്, അവർക്കൊരു നല്ലൊരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, അവിടെ വിൽക്കുന്നതിനൊരു നല്ലൊരു സംവിധാനമില്ല, ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് മെക്കാനിസം കാര്യങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് എന്താണ് വേണ്ടത്ര വില ലഭിക്കുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ്, തൊഴിലില്ലായ്മയും ജോലി സ്ഥിരതയില്ലായ്മയും അവർ ഫേസ് ചെയ്യുന്നൊരു സാമ്പത്തിക പ്രശ്നമാണ്. അവർക്ക് എന്നും എന്താണ് ജോലി ഉണ്ടാവില്ല. ഗോത്രവർഗ്ഗക്കാരിൽ തൊഴിലില്ലായ്മ വ്യാപകമാണ്. കൊല്ലം മുഴുവൻ തൊഴിൽ നൽകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് അവരൊട്ടും സംതൃപ്തരും അല്ല. നെക്സ്റ്റ് ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തത പറയുന്നുണ്ട്. പിന്നെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്താണ് ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? സാമൂഹ്യ പ്രശ്നമുണ്ട്, മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലൊക്കെ എഴുതേണ്ടത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഭൂമിശാസ്ത്രപരമായ പ്രശ്നമുണ്ട്, ഭൂമിശാസ്ത്രപരമായിട്ട് ഒറ്റപ്പെടുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ, പിന്നെ എന്താണ് സാംസ്കാരികമായിട്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, പിന്നെ നിരക്ഷരത, ആരോഗ്യ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, കടബാധ്യത, തൊഴിലില്ലായ്മ, ബാങ്കിങ് സൗകര്യം, ഇതൊക്കെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.